നല്ല രസമുണ്ടായിരുന്നു റോസാപ്പൊക്കെ വെച്ച് നിക്കുന്നതാണ്. എന്ത് തോന്നി? ആദ്യമായിട്ടാണോ തമിഴ് സോങ് എടുക്കുന്നത്? എന്ത് തോന്നി? നന്നായിട്ട് പാടിയും തോന്നി. ധ്രുവ പാടുമ്പോ ചേച്ചി ഇവിടെ നിന്ന് എന്തോ പ്രായം പോലെ കുട്ടികളുടെ മനസ്സാണ് എനിക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഹരിചേട്ടാ, ധ്രുവ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടി മോളെ, എനിക്കിഷ്ടായി. നല്ല സിംഗിങ് ആയിരുന്നു. ലിറിക്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു പാടിയത്. ജാനകിയമ്മ പാടിയ പല
പ്ലാൻസും മോളത് അതുപോലൊക്കെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ യു ആർ ഇംപ്രൂവിങ്. അതങ്ങനെ തന്നെ പോട്ടെ. ഇനിയും വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള പെർഫോമൻസസ് ആയിട്ട് വാ കേട്ടോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ അധികം അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഐ ലവ് യുവർ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ധ്രുവ മോളെ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. വളരെ കുഞ്ഞ് മൈന്യൂട്ടായിട്ട് ഉള്ള എസ്പെഷ്യലി അനുപല്ലവിയിലും ചരണത്തിലും കുഞ്ഞ് സ്ലിപ്പുകൾ മാത്രം മോക്ക് തന്നെ മനസ്സിലായി തോന്നുന്നു അല്ലേ? അല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ദൂരെ കേട്ടോ. അത് ഇങ്ങനെ എൻ്റെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ദൂരെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു മോള് തന്നത്. അതെന്തായാലും നെക്സ്റ്റ് ടൈം വെർസറ്റൈൽ സിംഗറായിട്ട് വേറൊരു പാട്ടും കൂടെ എടുത്തിട്ട് പോവാ കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഇന്ന് ചോദ്യം പരിപാടി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ചോദ്യം ഉണ്ടാ? അമ്മേ അത് ഞാൻ അറിഞ്ഞില്ല ഷാനിക്ക. ഞാൻ വെറുതെ അറിയാതെ ചോദിച്ചു വാങ്ങി. കിട്ടിയോ? ഇല്ല. അവള് തന്നെ പറഞ്ഞ ഡയലോഗ്. ഓക്കെ പറയാൻ വരുമായിരുന്നു. രവി ചേച്ചി, ധ്രുവക്കുട്ടി അപ്പോ വേഴ്സറ്റൈൽ സിംഗർ ഓഫ് സൂപ്പർ സ്റ്റാർ ആണോ? അതെനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല, തന്നാല് നല്ലതാണല്ലേ. ഓ, പക്ഷെ മോള് നല്ല ഇമ്പ്രൂവ് ചെയ്തു എന്നാ പറഞ്ഞ. എല്ലാ പെർഫോമൻസും കാണാൻ പറ്റിയിട്ടില്ല ചേച്ചിക്ക്. പക്ഷെ ഹരിയൊക്കെ പറഞ്ഞ പോലെ മോള് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോൾ ധ്രുവക്കുട്ടി ഇന്നും നല്ല ഇമ്പ്രൂവ് ചെയ്ത് പാടിയല്ലോ എന്ന് പറയുന്നില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമുക്ക് സൂപ്പർ സ്റ്റാർ പട്ടം കിട്ടുന്നു, അതൊക്കെ ലേറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതാണ് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, എനിക്ക് മോള് പാടിയതിൽ ഇങ്ങനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തെറ്റുകളൊന്നും തോന്നിയില്ല. പക്ഷെ നല്ലൊരു ഫീൽ ഉണ്ട്. ഈ രാജാ സാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ലിറിക്സ്, അതിന്റെ മ്യൂസിക്കൽ ടെക്നിക്കൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഓളം ഉണ്ടല്ലോ, അത് മോൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു ചേച്ചി. അപ്പൊ ധ്രുവ മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ, ഇന്നത്തെ പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 8.5. താങ്ക് യു സർ. രമി ചേച്ചി 9. ഓക്കെ, 26 മാർക്സ് ആണ് ധ്രുവമോക്ക് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്നാ പിന്നെ ചോദ്യം, ഇത് ബുദ്ധി വേണം. ഇത് കുസൃതി അല്ല കേട്ടോ. അതാണ് ബുദ്ധി വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ലാലങ്കളില്ലേ, ആക്ടർ മോഹൻലാലങ്കള് കൂടെ ഭാര്യയായിട്ടും നടിയായിട്ടും അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ആരാ? ഭാര്യയായിട്ടും നടിയായിട്ടോ? രണ്ടൊന്നല്ലേ? ഭാര്യയായിട്ടും സോറി സുകുമാരിയാണോ? ഭാര്യയായിട്ടും അമ്മയായിട്ടോ? വസുന്ധര. അറിയാതെ ഒരു ക്ലൂ തരാവോ? രേവതി. യെസ്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ? പിന്നെ ടാസ്ക് വേണ്ടേ? പറഞ്ഞല്ലോ, പിന്നെ ടാസ്ക് ഇല്ല. ഉത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും ടാസ്ക് ഉണ്ടെന്ന് ഷാനിക്ക. അതെന്ത് പരിപാടിയാണ്? ടാസ്ക് എന്താന്ന് അത് കേക്കട്ടെ. ടാസ്ക് എന്താന്ന് കേക്കട്ടെ. ഇപ്പൊ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ടാസ്ക് ചെയ്യണോ വേണ്ടോന്ന് നമ്മൾ തീരുമാനിക്കും. നരസിംഹ മൂവില്ലേ, അല്ലെ ലാസ്റ്റ് മമ്മൂക്ക ഒരു ഡയലോഗ് പറയില്ല, അത് ഫുള്ള് പറയണം. ഞാൻ പറഞ്ഞേപ്പിക്കാം. അവൾക്കത് അറിയാം. ഞാൻ അതായിരുന്നു പറയാൻ വന്നത്. ഞാൻ കേട്ടത് അവള് പറയുന്നത്. ഒരു 2 കിലോമീറ്റർ നീളമുള്ള ഒരു ഇംഗ്ലീഷ് ഡയലോഗ്. അതെ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷെ ഞാൻ സ്പീഡിൽ പറയുന്നുള്ളൂ. ആദ്യം നീ അത് ആക്ട് ചെയ്ത് ആദ്യം കാണിക്കും ഒറ്റ സ്ട്രെച്ചില്. Shall I remind you something? It's quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and servant of the society. But instead, you behave like a barking mad dog to wreak vengeance against a family enemy. A law-bearing citizen to an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all.
Well, Harshana. നിങ്ങ ഷാനിക്കൊക്കെ എന്തോ പറയണ്ട. Shall I remind you something, Chandraman? Just remember that. Just remember that. ഷാനിക്ക നമുക്ക് ഇത്ര സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. നമുക്ക് ആകെ അറിയാവുന്ന സംബടി എവരിബഡി നോബഡി കബഡി നത്തിങ് ഡൂയിങ് ദ ഗോദ്രേജ് വാഷിംഗ് മെഷീൻ. Yes. We want clothes. Yeah, everyone We want clothes, stone clothes, we fix all clothes. അപ്പൊ തുണി ഞങ്ങൾക്കൊന്നും ഇതിട്ട് പാടാ പറയാനായിട്ട്. എന്തായാലും സമ്മതിച്ചല്ലേ ധ്രുവേനെ. ധ്രുവ അടിപൊളി. വേഗം തിരിച്ചു വരുന്നു, അടുത്ത ആൾ വരട്ടെ.